വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ശക്തിയോടെ വിളിക്കുന്നു ഈശോയെ. കരങ്ങളടിച്ച് ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ശക്തിയോടെ ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. വലിയ സ്നേഹം തന്നതിന്, വലിയ കൃപ തന്നതിന്, വലിയ അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞതിന്, കണ്ണിലെ കൃഷ്ണമണിയെ പോലെ പരിപാലിച്ചതിന്, അനർത്ഥങ്ങളിൽ കാത്തു സൂക്ഷിച്ചതിന്, അപകടങ്ങളൊന്നും വരാതെ സംരക്ഷിച്ചതിന്, കഴിക്കാൻ ആഹാരം തന്നതിന്, ദാഹജലം തന്നതിന്, വരുമാന മാർഗങ്ങൾ തന്നതിന്, ആഗ്രഹിച്ചതെല്ലാം തന്നതിന് അപ്പാ നന്ദി പറയുന്നു. അപ്പാ സ്തുതിക്കുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ. കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്നതിന് നന്ദി പറയുന്നപ്പാ. സ്നേഹത്തോടെ ഞങ്ങളെ നയിക്കുന്നതിന് നന്ദി പറയുന്നപ്പാ. ഈ മരുഭൂമിയുടെ ഉഷ്ണച്ചൂടിൽ ഞങ്ങൾ തളർന്നു പോകാതെ മേഘത്തണലായി ഞങ്ങളുടെ തലയ്ക്ക് മീതെ നിൽക്കുന്നതിന് നന്ദി പറയുന്നപ്പാ. ഈ രാത്രി ഞങ്ങൾ വഴിയറിയാതെ വട്ടം ചുറ്റി പോകാതിരിക്കാൻ മേഘത്തണല് അഗ്നിത്തൂണായി മാറിയതിന് നന്ദി പറയുന്നപ്പാ. ഈശോയെ തന്നതിന് നന്ദി, യേശുവിന്റെ ശരീര രക്തങ്ങൾ തന്നതിന് നന്ദി, തിരുസഭയുടെ ഭാഗമാവാൻ സഹായിച്ചതിന് നന്ദി, സത്യദൈവത്തെ ആരാധിക്കാൻ കൃപ തന്നതിന് നന്ദി അപ്പാ. എണ്ണിത്തീർക്കാനാവാത്ത നന്മകൾക്ക് നന്ദി, വീട്ടാനാവാത്ത കടങ്ങൾക്ക് നന്ദി അപ്പാ. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കരങ്ങളടിച്ച് പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ആത്മാവോടും ദൈവത്തെ ആരാധിക്കാം. ശക്തിയോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ആത്മാവോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈശോ ലോകത്തിന്റെ ആരംഭം മുതൽ അനാദി മുതൽ ഒരുക്കി വെച്ചിരുന്ന മഹാ തേജസ്സിലേക്ക്
ഞങ്ങളെ നീ നയിക്കുന്നതിന്റെ രക്ഷയുടെ വഴികൾക്ക് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ സ്നേഹത്തിന് നന്ദി ഈശോ. അങ്ങ് ഇറങ്ങി വന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നതിന് നന്ദി. അങ്ങ് ഞങ്ങളുടെ ഇടയിലൂടെ ഇറങ്ങി നടക്കുന്നതിന് നന്ദി. ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് നന്ദി. ഞങ്ങളെ സുഖപ്പെടുത്തുന്നതിന് നന്ദി. ഞങ്ങളുടെ കെട്ടെല്ലാം അഴിക്കുന്നതിന് നന്ദി. അങ്ങ് ഞങ്ങളുടെ ബന്ധനങ്ങൾ തകർക്കുന്നതിന് നന്ദി. അങ്ങ് ഞങ്ങളുടെ കുടുംബങ്ങളെ വിടുവിക്കുന്നതിന് നന്ദി. മാറാ രോഗങ്ങൾ, മാരക രോഗങ്ങൾ വിട്ടുപോകുന്നതിന് നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളുടെ ബന്ധനങ്ങളെല്ലാം നീ അഴിക്കുന്നതിന് നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ശക്തിയോട് ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. Mighty power in the name of Jesus. Mighty power in the name of Jesus. Mighty power in the name of Jesus. In the name of Jesus. ശക്തിയോട്, ശക്തിയോട് കരങ്ങളടിച്ച് എല്ലാം മറനാളി പാടി. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ 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 ദൈവത്തെ ആരാധിക്കാം. സ്തുതിക്കട്ടെ ശക്തിയോടെ എല്ലാം മറന്ന് നാവിന്റെ കെട്ടഴിയട്ടെ. ഓരോ കുടുംബത്തിന്റെ മേലും ഈശോ ചെയ്ത വലിയ കാര്യങ്ങൾക്ക് ഇപ്പോൾ നന്ദി പറയുന്നു. ഓരോ കുടുംബത്തെയും വീണ്ടെടുത്തതിന് ഇപ്പോൾ നന്ദി പറയുന്നു. ഈശോ നിന്റെ നാമത്തെ പുകഴ്ത്തുന്നു, നിന്റെ നാമത്തെ പുകഴ്ത്തി ആരാധിക്കുന്നു. ഈശോ ഇപ്പോൾ വലിയ ശക്തി, വലിയ ശക്തി ഓരോ വീട്ടിലേക്കും ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. ഞങ്ങളെ തൊടണമേ, ജീവിതങ്ങളെ തൊടണമേ. നാവിന്റെ കെട്ടഴിയട്ടെ, ഹൃദയത്തിന്റെ കെട്ടഴിയട്ടെ. ശരീരത്തിലെ രോഗപീഠകൾ വിട്ടുപോകട്ടെ, ഹൃദയഭാരം മാറട്ടെ, ദൈവശക്തി ഇറങ്ങി വരട്ടെ, അഭിഷേകത്തിന്റെ ശക്തി നിറയട്ടെ. ഓരോ കുടുംബത്തിന്റെ മേലും ദൈവശക്തി ഇറങ്ങി വ്യാപരിക്കട്ടെ.
ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കരങ്ങളടിച്ച് ശക്തിയോടെ ശക്തിയോടെ കരങ്ങളടിച്ച്. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. വിളിക്കുന്നു ഈശോയെ, ഹൃദയം പൊട്ടി വിളിക്കുന്നു ഈശോയെ. കണ്ണീരോടെ വിളിക്കുന്നു ഈശോയെ, ഹൃദയഭാരങ്ങൾ ചേർത്ത് വിളിക്കുന്നു ഈശോയെ, എല്ലാ തകർച്ചകളിൽ നിന്ന് വിളിക്കുന്നു ഈശോയെ. മക്കളുടെ കണ്ണുനീര് കാണണമേ, ഈ ദുരിതങ്ങളെല്ലാം അങ്ങ് കാണണമേ, ഈ വേദനകളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. ദേശത്തിന്റെ കണ്ണുനീരങ്ങ് ഏറ്റെടുക്കണമേ, ആലയത്തിൽ അങ്ങ് ഇറങ്ങി വരണമേ, ഇറങ്ങി നടക്കണമേ. ഈശോ, നിന്റെ നാമത്തിന്റെ ശക്തി ആലയത്തിൽ ഇപ്പോൾ ശക്തമായി നിറഞ്ഞു കവിയണമേ. ഈ ആലയത്തിനകത്തും പുറത്തുമുള്ള എല്ലാ മക്കളുടെ മേലും നിന്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഇപ്പോൾ ഒഴുകി ഇറങ്ങണമേ. എല്ലാ ജീവിതങ്ങളും വീണ്ടെടുക്കപ്പെടണമേ. നല്ല ഈശോയെ, തിരുവോസ്തിയിൽ നിന്ന് ശക്തി ഇപ്പോൾ ഒഴുകി ഇറങ്ങണമേ. ഈ ജീവിതങ്ങളെല്ലാം നവീകരിക്കപ്പെടണമേ. ശക്തി ശക്തി പരിശുദ്ധനാമത്തിന്റെ ശക്തി ഇപ്പോൾ എല്ലാ ജീവിതങ്ങളെയും തൊടണമേ. രോഗപീഠകളുടെ മേൽ നിന്റെ ശക്തി ഇപ്പോൾ ഇറങ്ങി വരണമേ. ശിരസ് മുതൽ പാദം വരെയുള്ള സകല രോഗങ്ങളും ഇപ്പോൾ വിട്ടുമാറണമേ. ദൈവമേ, നാഡീഞരമ്പുകളിൽ, രക്തക്കുഴലുകളിൽ, സന്ധിബന്ധങ്ങളിൽ, മജ്ജയിൽ, മാംസത്തിൽ, അസ്ഥികളിൽ, ഞരമ്പുകളിൽ, ആന്തരിക ബാഹ്യ അവയവങ്ങളിൽ ഇപ്പോൾ നിന്റെ ശക്തി ഇറങ്ങി വരണമേ. വിട്ടുമാറാത്ത തലവേദനകൾ ഇപ്പോൾ മാറിപ്പോവട്ടെ യേശുവിന്റെ നാമത്തിൽ. ശിരസ് മുതൽ പാദം വരെയുള്ള മാരക രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. ഉന്നതത്തിൽ നിന്ന് ശക്തി ഓരോ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ, എല്ലാ മക്കളും സ്വസ്ഥാനങ്ങളിൽ ഇരുന്നേ, ശാന്തമായിട്ടിരുന്നേ, കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണ് നാം ഇരിക്കുന്നത്. ആ ഓർമ്മയിലായിരിക്കുക എല്ലാ മക്കളും. ഈശോയുടെ സന്നിധിയിൽ അതിശക്തമായ ഒരു കൃപയ്ക്കും അഭിഷേകത്തിനും വേണ്ടി ആഗ്രഹിച്ച് എല്ലാ മക്കളും സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിട്ട് കണ്ണടച്ചിരിക്കുക. ആരുടെ മുമ്പിലാണ് നാം? സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ.
സർവശക്തനാണ് നിന്റെ കൺമുമ്പിൽ. നീ കണ്ണടച്ചിരിക്കുമ്പോൾ ആ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണ്. ആരാധനയുടെ മനോഭാവത്തോടെ ഈശോയുടെ മുമ്പിലായിരിക്കുക. വലിയ ആരാധനയുടെ മനോഭാവത്തോടെ, വലിയ സ്നേഹത്തോടെ മാലാഖമാർ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ മുമ്പിൽ കണ്ണുപൂട്ടി ഇരിക്കുന്ന മകനെ, മകളെ, നിന്റെ കണ്ണുനീരവൻ അറിയുന്നുണ്ട്. നിന്റെ അലച്ചിലുകൾ അവൻ എണ്ണിയിട്ടുണ്ട്. നിന്റെ കണ്ണീർ കണങ്ങൾ അവൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ അപ്പന്, നിന്റെ അമ്മയ്ക്ക് നിന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. നിന്റെ ജീവിത പങ്കാളിക്ക് നിന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നാൽ ആ ഈശോയ്ക്ക് നിന്നെ മനസ്സിലാവും. ആ ഈശോ വളരെ സ്നേഹത്തോടെ നിന്നെ ചേർത്ത് പിടിക്കുകയാണ്. നിന്റെ കണ്ണുനീര് അവനറിയാം. നിന്റെ വേദന അവനറിയാം. ആരാധിക്കുകയാണ് ഈശോയെ. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നിങ്ങൾ കരയുകയില്ല. കരയുന്ന മക്കളുടെ കണ്ണിലെ കണ്ണുനീര് അവൻ തുടച്ചു മാറ്റും. യെശയ്യാ 44 അവൻ സംസാരിച്ചില്ലേ? കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു മാറ്റും. നീ എന്നിലേക്ക് തിരിച്ചു വരിക. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നീ തിരിച്ചു വരിക. കണ്ണടച്ച് എന്നാലും നിമിഷങ്ങൾ നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കുക. മറ്റൊന്നും ശ്രദ്ധിക്കണ്ട. ഏറ്റവും നിശബ്ദതയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിച്ച് പ്രാർത്ഥിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അരികിൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുകയും. എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എല്ലാ മക്കളും മുട്ടുമേ നിൽക്കുന്നു.
ദൈവം സംസാരിക്കുന്ന സമയമാണിത്. ദൈവം വിടുവിക്കുന്ന സമയമാണിത്. ഇനി ആരും കണ്ണ് തുറക്കാതിരിക്കട്ടെ. ഇനി ആശീർവാദത്തിന് വേണ്ടി പറയുന്ന സമയത്ത് അല്ലാതെ കണ്ണ് തുറക്കരുത്. പ്രിയമക്കളെ, ആത്മാവിൽ ഉറപ്പിക്കുക. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അരുളി ചെയ്ത വചനം എൻ്റെ ജീവിതത്തിൽ ഇന്ന് നിറവേറി. കാർമേഘം പോലെ നിന്റെ പാപങ്ങളെയും മൂടൽമഞ്ഞ് പോലെയുള്ള നിന്റെ തിന്മകളെയും ഞാൻ തുടച്ചു മാറ്റിയിരിക്കുന്നു. നീ എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രണ്ട് കരങ്ങളും യേശുവിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. എല്ലാ മക്കളുടെ ഹൃദയത്തിൽ വലിയ സ്നേഹം ഉണ്ടാവട്ടെ. കർത്താവ് ഇപ്പോൾ എന്നെ വിടുവിക്കുകയാണ്. ഇനി വിടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട, വിടുവിക്കുകയാണ്. ഇനി രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട, ഇപ്പോൾ കർത്താവ് സൗഖ്യപ്പെടുത്തുകയാണ്. ഇനി ഒരു കാര്യത്തിലും ഒരു പരിഹാരം ഉണ്ടാവാൻ പ്രാർത്ഥിക്കണ്ട, ഇപ്പോൾ കർത്താവ് പരിഹാരം തന്നുകൊണ്ടിരിക്കുകയാണ്. അത് സ്വീകരിച്ചാൽ മാത്രം മതിയാവും. അത് വിശ്വാസത്തിൽ ഏറ്റെടുത്താൽ മാത്രം മതിയാവും. ഈ രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് എത്രത്തോളം നിങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാനുണ്ടോ, നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് വിടുവിക്കുകയാണ്. എത്രത്തോളം നിങ്ങൾക്ക് നന്ദി പറയാനുണ്ടോ അത്രത്തോളം സ്നേഹത്തോടെ, എത്രത്തോളം സ്നേഹത്തോടെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അതിരം തുറന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളുടെയും കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ രക്ഷ, വിടുതൽ, സമാധാനം, സൗഖ്യം നിറഞ്ഞതിന് പിതാവേ ഇപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ജീവിതത്തെയും ശിഷ്ടകാലങ്ങളിൽ അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറക്കപ്പെടുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വിടുതൽ ഉണ്ടാവുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം തന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കെട്ടഴിച്ചതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഭാരം മാറിയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നിരാശ മാറിയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കുറ്റബോധം മാറിയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നിരാശ വിട്ടുപോയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അമിത ഭാരങ്ങളെല്ലാം മാറിയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യാ ചിന്ത വിട്ടുപോയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പഠന മേഖല അനുഗ്രഹിക്കപ്പെട്ടതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറന്നു തന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ എടുത്തു മാറ്റിയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരൊഴുകട്ടെ, കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. സ്നേഹം ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത കണ്ണുനീരായിട്ട് ഒഴുകട്ടെ. ഈശോ ഞങ്ങൾ നിനക്ക് വേണ്ടി ജീവിക്കും കർത്താവേ. ഞങ്ങൾ നിന്റെ വചനം പാലിക്കും കർത്താവേ. ഞങ്ങൾ വിശുദ്ധിയിൽ മുന്നോട്ട് പോകും കർത്താവേ. ഞങ്ങൾ നിന്നെ സ്നേഹിക്കും കർത്താവേ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. അതിരം തുറന്ന് വിളിക്കുന്നു ഈശോയെ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. എല്ലാം മറന്ന് ഈശോയെ. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. ഇതുപോലൊരു ഭാഗ്യം